ഇവിടെ തിരുവനന്തപുരത്ത് ആൾമാറാട്ടം നടത്തി അധ്യാപകനിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചവർ പിടിയിൽ. പിറവം സെന്റ് ജോസഫ് സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ പണം തട്ടാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്കൂളിലെ PTA പ്രസിഡന്റ് ബിജു തങ്കപ്പൻ, രാകേഷ് പ്രസാദ്, അഖിലേഷ് എന്നിവരാണ് പിടിയിലായത്. വിജിലൻസ് ആണ് 2 ലക്ഷം രൂപയുടെ ഈ തട്ടിപ്പ് പിടിച്ചത്. 6 അനന്തര വിവരങ്ങളാണ്. അനന്തൻ, പിറവം എറണാകുളം ജില്ലയിലെ പിറവത്തെ സ്കൂളിൽ നിന്നാണോ ഇതെങ്ങനെ തട്ടിപ്പ് ഇവിടുന്ന് പൊക്കി? ദിവിഷ, പിറവം സെന്റ് ജോസഫ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഡാനിയൽ തോമസിനെയാണ് തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ചത്. ഈ തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ചിട്ടാണ് ഈ തട്ടിപ്പിന് ശ്രമം നടന്നത്. ഈ ഡാനിയൽ തോമസിനെതിരെ സ്കൂളിൽ ഒരു വ്യാജ പരാതി നൽകി അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകിയാൽ മതി എന്ന് വിശ്വസിപ്പിച്ചാണ് PTA പ്രസിഡന്റ് ബിജു തങ്കപ്പൻ, രാകേഷ് പ്രസാദ്, അലേഷ് അടക്കമുള്ളവർ ഈ അധ്യാപകനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം ഈ ആറ്റിങ്ങലിലുള്ള ഒരു 2 വീലർ ഷോറൂം ഉടമയായ രാകേഷ് ഈ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥനാണ് എന്ന വ്യാജേന ഇയാളെ സമീപിക്കുകയും 15 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത്. ഇന്ന് ഇയാളോട് അതിൽ 5 ലക്ഷം രൂപയുമായി വരാൻ പറഞ്ഞു. അങ്ങനെയാണ് പ്രധാനാധ്യാപകൻ വിജിലൻസിനെ ബന്ധപ്പെടുന്നത്. തുടർന്ന് വിജിലൻസ് നിർദ്ദേശ പ്രകാരമാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് 2 ലക്ഷം രൂപ ഇവർക്ക് കൈമാറാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ വിജിലൻസ് ഇന്ത്യൻ കോഫി ഹൗസ് വളഞ്ഞ് ഇവരെ പിടികൂടുകയായിരുന്നു. അതോടുകൂടിയാണ് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനല്ല രാകേഷ് എന്ന് വ്യക്തമായത്. ഇതോടുകൂടി വലിയൊരു തട്ടിപ്പിന്റെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ സ്കൂൾ കേന്ദ്രീകരിച്ച് ഈ പ്രധാനാധ്യാപകൻ വിരമിക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിൽ നിന്ന് പണം തട്ടാനുള്ള ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു തട്ടിപ്പിന് ശ്രമിച്ചത്. അതാണ് വിജിലൻസ് പൊളിച്ചത്.